ഓക്കെ, ഗുഡ് മോർണിംഗ്. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ കഴിക്കണം കേട്ടോ, 8-ന് മുന്നേ കഴിക്കണം. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് പാഠമായ എന്റെ ഭാഷ എന്ന കവിത നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്താണ് വള്ളത്തോളിന്റെ എന്റെ ഭാഷ എന്ന കവിത നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. മാതൃഭാഷയുടെ മഹത്വത്തെ പറ്റി നമ്മൾ ഒരുപാട് പഠിച്ചു. അപ്പോ നമുക്ക് അതിന്റെ വർക്കിലേക്കാണ് പോകേണ്ടത്, ആക്ടിവിറ്റിയിലേക്ക് അല്ലെ. ഓക്കെ, എല്ലാവരും എടുത്തോ, ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കി ശ്രദ്ധിച്ചോ. ഓക്കെ, പേജ് നമ്പർ 6 മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ഹോംവർക്കിൽ എന്താണ് അർത്ഥവും പര്യായ പദവും നാനാർത്ഥവും എഴുതാൻ. എല്ലാ മക്കളും അത് ഫിനിഷ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. എഴുതിയിട്ടുണ്ടല്ലേ ഒരുപാട് പേര് ഇപ്പൊ എന്നെ കാണിച്ചത്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ മിസ് ഒന്ന് വായിക്കാം. പദങ്ങളുടെ അർത്ഥത്തില് ഒന്നാമത്തത് അമ്മിഞ്ഞപ്പാൽ, മുലപ്പാൽ അല്ലെ. അമ്മിഞ്ഞപ്പാൽ, മുലപ്പാൽ, സമ്മേളിക്കുക, ചേരുക, ധാത്രി, വളർത്തമ്മ, ദുഗ്ധം. യെസ്, നോട്ട്ബുക്കിലേക്ക് എഴുതാനല്ലേ? ആ നോട്ട്ബുക്കിലേക്ക് എഴുതിയില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ വർക്കായിരുന്നല്ലോ അത്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ ഓക്കെ, അപ്പോ അത് ജസ്റ്റ് ഒന്ന് വായിക്കുകയാണ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചേ. നോട്ട്ബുക്ക് എടുത്ത് ടെക്സ്റ്റും നോട്ട്ബുക്ക് കൂടെ വെച്ച് മിസ് വായിക്കുന്ന ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അമ്മിഞ്ഞപ്പാൽ, മുലപ്പാൽ, സമ്മേളിക്കുക, ചേരുക, ധാത്രി, വളർത്തമ്മ, ദുഗ്ധം, പാൽ, പൈതങ്ങൾ, കുട്ടികൾ, ഹൃത്ത്, മനസ്സ്, വക്രം, മുഖം, ഹൃദ്യം, മനോഹരം, ശീകരം, വെള്ളത്തുള്ളി അല്ലെങ്കിൽ ചാറ്റൽ മഴ, താര്, പൂവ്, ബഹിർഭാഗം, പുറംഭാഗം, തൂമുത്ത്, മനോഹരമായ മുത്ത്. അത്രയാണ് അർത്ഥങ്ങൾ നമുക്ക് എഴുതാനുള്ളത്. എല്ലാ മക്കളും എഴുതിയിട്ടുണ്ടല്ലോ? ഷംവീൽ എഴുതിയോ മോനെ? ഷംവീലിന് കേൾക്കുന്നില്ലേ മിസ് പറയുന്നത്? ഓക്കെ, എഴുതിയല്ലേ? അബ്ദുൽ ബാസിത്ത് എഴുതിയോ? അബ്ദുൽ ബാസിത്ത് ഇത് അർത്ഥം. ഓക്കെ, ആരും എഴുതാതിരിക്കരുതേ. അദ്വൈത് എഴുതിയോ? നോട്ട്ബുക്കിലേക്ക് അത് എഴുതിയോ അർത്ഥം? ഓക്കെ, നെക്സ്റ്റ് പര്യായാണ്, പര്യായ പദം. പൈതം എന്താണ് നമ്മൾ കഴിഞ്ഞ കുറെ ക്ലാസ്സിലായിട്ട് പഠിക്കുന്നുണ്ട്, 4th-ലൊക്കെ. പൈതം, കുട്ടി, പൈതൽ, കുഞ്ഞ്. ഓക്കെ, നെക്സ്റ്റ് ചിത്തം, മനസ്സ്, ഹൃത്ത്, മനം. അടുത്തത് ഹൃദ്യം, മോഹനം, സുന്ദരം, മനോഹരം, താര്, പൂവ്, സുമം, പുഷ്പം, മുഖം, വക്രം, വദനം, ആനനം. നെക്സ്റ്റ് എന്താണ്? നാനാർത്ഥാണ്. നാനാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യത്യസ്ത അർത്ഥങ്ങൾ അല്ലെ വരുന്നത്. ഓക്കെ, ചിത്തം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ട്? ബോധം, ജ്ഞാനം, മനസ്സ്, ഇത്രയും കാര്യങ്ങൾ വരും. ഓക്കെ, നമുക്കൊന്ന് ചെയ്യാ. എല്ലാരും മ്യൂട്ടാക്കി വെച്ചേ. എല്ലാരും ഒന്ന് മ്യൂട്ടാക്കി. യെസ്, പറഞ്ഞോളൂ ദേവാഞ്ജന, പറഞ്ഞു. ആ നാനാർത്ഥം കൂടെ എഴുതണം കേട്ടോ. ഇത്രയും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ക്ലാസ്സില്. ശരിയായ പദം, നാനാർത്ഥം. ഇത്രയും നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് പകർത്തി എഴുതണം. നെക്സ്റ്റ് ഇപ്പൊ മിസ് പറയുന്നത് ടെക്സ്റ്റ് ബുക്ക് ഫിനിഷ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് പകർത്തി എഴുതുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇപ്പൊ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതണ്ട. നമ്മുടെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് അത് എഴുതിയാൽ മതി. ഇപ്പൊ ഓൾറെഡി ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞു തരും. ഓക്കെ, ഒന്നാമത്തത് മാതൃക. എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്തേ മക്കൾ, ഞാൻ ചെയ്യേണ്ടി വരുമോ? ഓക്കെ, ഓൾ ഓഫ് യു ലിസൺ. എന്താണ്? മാതൃക നോക്കി പൂരിപ്പിക്കുക. കണ്ടോ നിങ്ങള്? പേജ് നമ്പർ 6. അതിൽ ഒന്നാമത്തത് പിഞ്ച് പ്ലസ് ഇളം. എന്താണ്? പിഞ്ചിളം. അവിടെ ഓൾറെഡി നമുക്ക് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് എന്താണ്? 2 പ്ലസ് അക്ഷരം. എന്താ വരുക? 2 പ്ലസ് അക്ഷരം എന്താ വരുക ദേവപ്രിയ? 2 പ്ലസ് ദേവപ്രിയ പോയോ? ഇല്ല. ദേവപ്രിയ എന്താ ആൻസർ വരുക? പ്ലീസ് അൺമ്യൂട്ട്.
2 പ്ലസ് അക്ഷരം. ദേവപ്രിയ വീഡിയോ ഓഫ് ചെയ്തു. ഓക്കെ, എന്താ വരുക ഫാത്തിമ? രണ്ടക്ഷരം. രണ്ടക്ഷരം എങ്ങനെ എഴുതുക? എഴുതാൻ അറിയില്ലേ? അറിയാത്തവരുണ്ടോ? അലന് ഇപ്പൊ എല്ലാം ബുദ്ധിമുട്ടാവും അല്ലേ അലൻ എഴുതാൻ? ഓക്കെ മിസ് അത് വൈകുന്നേരം ഒന്ന് വാട്സാപ്പിൽ സെൻഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പൊ നിങ്ങൾ ഇത് അക്ഷരം പഠിക്കാത്ത കുട്ടികളെ ഇപ്പൊ എന്ത് ചെയ്യാനാണ് ഇതിന്റെ കൂടെ അല്ലേ? മോനിപ്പോ എഴുതാൻ പറ്റുമോ? ഇല്ലല്ലോ. അലൻ അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോ. അറിയാത്തവരുണ്ടോ? എഴുതിയത് കാണിച്ചേ. കേട്ടെഴുതി. രണ്ടാമത്തത് കേട്ടെഴുതി. മൂന്നാമത്തെ ഏതാണ്? അതില് ഇനി രണ്ടാമത് വരുന്നതില് വാത്സല്യ ദുഗ്ധം, വാത്സല്യമാകുന്ന. ഓക്കെ, രണ്ടക്ഷരം കേട്ടെഴുതി. കറക്റ്റ് ദേവാഞ്ജന എഴുതിയത്. നെക്സ്റ്റ് വാത്സല്യ ദുഗ്ധം, വാത്സല്യമാകുന്ന ദുഗ്ധം കേട്ടോ. വാത്സല്യമാകുന്ന ദുഗ്ധം. അടുത്തത് ചിത്തതാര്, ചിത്തമാകുന്ന താര്. ചിത്തതാര് എങ്ങനെയാ എഴുതുക? ചിത്തമാകുന്ന താര്, അതായത് മനസ്സാകുന്ന താര്. അപ്പൊ വാത്സല്യ ദുഗ്ധം അവിടെ ഉണ്ട്. നിങ്ങൾ ചിത്തതാര എഴുതേണ്ടത് ചിത്തമാകുന്ന താര്. ഓക്കെ 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 ദേവാഞ്ജന ശരിയാണ്. ചിത്തമാകുന്ന മാ എഴുതുക, ആ ചിഹ്നം ഇടുക. അലൻ മിസ് ഗ്രൂപ്പിലൊന്ന് ഇടാം കേട്ടോ. അലൻ ചോദ്യത്തിന് ഏതായാലും ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ എഴുതുന്ന സമയത്ത് അതുകൂടി എഴുതിയിട്ട് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ മോൻ അക്ഷരങ്ങളൊന്ന് എഴുതിയിട്ട് വേഗം പഠിക്കാൻ നോക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് എന്താണ്? ജീവിത സാഗരം അല്ലെ? ജീവിത സാഗരം, ജീവിതമാകുന്ന സാഗരം. അതേപോലെ ജീവിതം മാകുന്ന സാഗരം. ഓക്കെ ആഷിൻ എഴുതിയോ മോനെ? ജീവിതമാകുന്ന സാഗരം. ആ ശരിയാണ്. ജീവിതമാകുന്ന സാഗരം. നെക്സ്റ്റ് തേർഡ് വൺ എന്താണ്? പരിശുദ്ധമായ വെണ്ണ, തൂവെണ്ണ. അത് കഴിഞ്ഞ് നല്ല മണം, നല്ല മണം, തൂമണം, നല്ല മണം, തൂമണം. എഴുതിക്കോ. അതേപോലെ എടുത്ത് എഴുതുന്നുണ്ട്. തൂവെണ്ണ എന്നുള്ളതിന് പകരം താഴെ തൂ മണം, മണം എവിടെയുണ്ട്? തൂ, താക്ക് ഊച്ചിനോടുക. ഓക്കെ 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 ദേവപ്രിയ. നെക്സ്റ്റ് അടുത്ത് എന്താണ്? മനോഹരമായ മുത്ത്. ഇത് ഓണാവുന്നില്ല, ടൈമിനെ ഓഫാക്കിയിട്ട് ഓണാക്കി. ഓക്കെ നെക്സ്റ്റ് എന്താണ് വരുന്നത്? മനോഹരമായ മുത്ത്, തൂമുത്ത്. തൂന്ന് മാത്രം ചേർത്താൽ മതി കേട്ടോ. അവിടെ എടുത്ത് എഴുതണേ, ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ എഴുതണം. നെക്സ്റ്റ് വരുന്നത് നാലാമത്തത് മിണ്ടി തുടങ്ങാൻ അല്ലെ? മിണ്ടി തുടങ്ങാൻ എന്താവും? താ ഇരട്ടിക്കും അല്ലെ? മിണ്ടി തുടങ്ങാൻ ഇത്താ വരുവേ, അത് അവിടെ ഉണ്ട്. നെക്സ്റ്റ് അമ്മിഞ്ഞ പാൽ, അമ്മിഞ്ഞ, അമ്മിഞ്ഞ പ്ലസ് പാൽ, അമ്മിഞ്ഞ പാൽ ഇപ്പ വരും. ഓക്കെ, എഴുതാൻ അറിയാത്ത കുട്ടികളുണ്ടോ? എഴുതാൻ അറിയാത്ത മറ്റില്ല, കഴിഞ്ഞ വർഷത്തെ കുട്ടികൾ എഴുതുമല്ലോ. ഓക്കെ, അതുകൊണ്ടാ പിന്നെ പ്രത്യേകിച്ച് എഴുതി തരാത്തതേ. അത് കഴിഞ്ഞോ? അത്രയും ഫിനിഷ് ആണോ എല്ലാവർക്കും? ഒന്ന് കൈ കാണിച്ച് എല്ലാവരും. എഴുതി കഴിഞ്ഞുവെങ്കില് ഓക്കെ, രണ്ടുപേരെ എഴുതി കഴിഞ്ഞുള്ളൂ. സേബ എഴുതിയില്ലേ? എന്ത് പറ്റി? എന്താണ് സേബ? എന്നാ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. വീണ്ടും അത് മ്യൂട്ടാക്കി. അൺമ്യൂട്ട് ചെയ്യുമോളെ.
സേബ പ്ലീസ് അൺമ്യൂട്ട്. സേബ മിസ് ഇവിടുന്ന് ഓപ്ഷൻ തന്നിട്ടുണ്ട്, നീ ഒന്ന് ഓക്കെ പറഞ്ഞോ. എന്തുകൊണ്ടാ എഴുതാത്തെ? ബുക്ക് കഴിഞ്ഞ ആഴ്ച വായിച്ചു, ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ബുക്ക് ഇപ്പൊ കയ്യിലില്ലേ മോളുടെ? വെള്ളിയാഴ്ചയായിരുന്നു വാങ്ങിച്ചത്. അതെ ആയിക്കോട്ടെ, അതിന് ഞാനിപ്പോ സ്റ്റാർട്ട് ചെയ്തതല്ലേ ഉള്ളൂ. അതിന് ശേഷം മോളുടെ ബുക്ക് മിസ്സാണ് കൊടുത്തത്, അതിന് ശേഷമാണ് ആ പാഠം എടുത്തത് കഴിഞ്ഞ ക്ലാസ്സില്. അപ്പൊ അതിന്റെ ആക്ടിവിറ്റി ഞാനിപ്പോ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. ഓ അതുകൊണ്ടാണോ? ഇപ്പൊ എഴുതാൻ പറ്റില്ലേ? ആണോ? ഓക്കെ, കുഴപ്പമില്ല. എന്നാൽ അത് എഴുതി വെക്കണം കേട്ടോ. നിങ്ങൾ ടെക്സ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ. അപ്പൊ അടുത്തത് എന്താണ്? അൽനക്ക് എന്താണ് പറയാനുള്ളത്? പറഞ്ഞോ. മനോഹരമായ മുത്ത്. അതെന്താ മിസ്സേ? മനോഹരമായ മുത്ത്, തൂമുത്ത്. അതായത് നെക്സ്റ്റ് മുകളിലെ മനോഹരമായ വെണ്ണന്നില്ലേ? അല്ല, ഏതാണ്? പരിശുദ്ധമായ വെണ്ണ തൂവെണ്ണ, നല്ല മണം തൂമണം, മനോഹരമായ മുത്ത് തൂമുത്ത്. താ ഇട്ടിട്ട് ഊച്ചിനിടുക, അത്രേ ഉള്ളൂ, തൂമുത്ത്. അപ്പൊ അത് ഫിനിഷ് ആയില്ലേ എല്ലാവർക്കും? ഇപ്പൊ നെക്സ്റ്റ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നുള്ളതാണ്. നമുക്കൊന്ന് ഇവിടുന്ന് നോക്കാം. നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ നോക്കട്ടെ? എത്രമാത്രം പാഠത്തിന് മനസ്സിലായി നോക്കട്ടെ കുട്ടിക്ക്. ഓക്കെ. അപ്പൊ പിഞ്ചിളം ചുണ്ടിൽ അമ്മിഞ്ഞപ്പാലോടൊപ്പം സമ്മേളിക്കുന്നത് എന്ത്? ആർക്കറിയാം? ആർക്കൊക്കെ അറിയാം അതിന്റെ ആൻസർ? പിഞ്ചിളം ചുണ്ടിൽ അമ്മിഞ്ഞപ്പാലോടൊപ്പം സമ്മേളിക്കുന്നത് എന്ത്? ആർക്കും അതിന്റെ ആൻസർ അറിയില്ലേ? യെസ്, അബ്ദുൾ ബാസിദിന് അറിയാം. ആൻഡ്രോസ്, ഷെഫി, നെക്സ്റ്റ് ആരോൺ, ദേവാഞ്ജന, സേറ റോസ്. ബാക്കി ആർക്കും അറിയില്ല. അൽന അഗസ്റ്റിൻ. ഓക്കെ. എന്താണ് സിനാൻ അതിന്റെ ആൻസർ? സിനാൻ കൈവക്കുന്നില്ല, എന്തുകൊണ്ട് എന്ന് മനസ്സിലാവാത്തതെന്നാണ് മിസ്സിന് അറിയേണ്ടത്. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? പിഞ്ചിളം ചുണ്ടിൽ അമ്മിഞ്ഞപ്പാലോടൊപ്പം സമ്മേളിക്കുന്നത് എന്താണ് സിനാൻ? ഓക്കെ, വെരി ഗുഡ്. അമ്മ എന്നുള്ള രണ്ടക്ഷരമാണ് പിഞ്ചിളം ചുണ്ടിൽ അമ്മിഞ്ഞപ്പാലോടൊപ്പം സമ്മേളിക്കുന്നത്. എന്റെ സിനാൻ കൈവക്കാതെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അല്ലെ? അറിയാപ്പക്ക്. ഓക്കെ. നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ആരാ വായിക്കുന്നേ? അന്ന് ആദിദേവ് വായിച്ചേ മോനെ. ആദിദേവേ പ്ലീസ് അൺമ്യൂട്ട്. മർത്യന്റെ പെറ്റമ്മയായി പറയുന്നതാരെയാണ്? മർത്യന്റെ പെറ്റമ്മയായി പറയുന്നത് ആരെയാണ്? ആരെയാണ് ആരോൺ? മർത്യന്റെ പെറ്റമ്മയായി പറയുന്നത് ആരോൺ? മർത്യന്റെ പെറ്റമ്മയായി പറയുന്നത് ആരെയാണ്? ആരോണിന് മനസ്സിലായില്ലേ? കേൾക്കുന്നില്ലേ മക്കൾക്ക്? ശരി. അപ്പൊ എന്താണെന്നറിയോ? മർത്യന്റെ പെറ്റമ്മയായി പറയുന്നത് ആരെയാണ്? ആരെയാണ്? ആരെയാണ് ഷംബീലെ? കേൾക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് നിങ്ങൾ. ഞാൻ പറയുന്നതിന് ആൻസർ പറയുന്നില്ലല്ലോ മക്കളെ. ആരെയാണ് അദ്വൈത്? അദ്വൈതേ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞ മോനെ. മർത്യന്റെ പെറ്റമ്മയായി
ഓക്കെ ഓക്കെ തൻഭാഷ. മാതൃഭാഷ അല്ലെ, മാതൃഭാഷയാണ് മർത്യന്റെ പെറ്റമ്മയായി പറയുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കുട്ടികൾ പൂർണ്ണ വളർച്ച നേടുന്നത് എങ്ങനെയാണ്? എങ്ങനെയാണ് ഫാത്തിമ കൈപൊക്കുന്നുണ്ട്. മാതാവിന്റെ വാത്സല്യ ദുഗ്ധം നുകർന്നാണ് കുട്ടികൾ പൂർണ്ണ വളർച്ച നേടുന്നത്. നെക്സ്റ്റ്, നമുക്ക് അമൃതായി തോന്നുന്നത് എപ്പോഴാണ്? മിസ് പറയാ, ശ്രദ്ധിച്ചോ. നമുക്ക് അമൃതായി തോന്നുന്നത് എപ്പോൾ? അമ്മ തന്നെ പകർന്നു തരുമ്പോഴാണ് നമുക്ക് അമൃതായി തോന്നുന്നത് അല്ലെ. ഓക്കെ. നെക്സ്റ്റ്, പ്രയാസകരമായ കാര്യങ്ങൾ മനസ്സിൽ പതിയണമെങ്കിൽ എന്ത് ചെയ്യണം? അല്ല, പ്രയാസകരമായ കാര്യങ്ങൾ മനസ്സിൽ പതിയണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചിട്ടില്ലേ, പ്രയാസകരമായ കാര്യങ്ങൾ മനസ്സിൽ പതിയണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അറിയില്ലേ അന്നൊക്കെ? അല്ല, അൺമ്യൂട്ട് ചെയ്തോ മോളെ. നമ്മുടെ സ്വഭാഷയിൽ തന്നെ പഠിക്കണം അല്ലെ, എന്നാലല്ലേ അത് ഹൃത്തിൽ പതിയുള്ളൂ. ഓക്കെ. നെക്സ്റ്റ്, അടുത്ത എന്താ? ചിത്തതാരിൽ ഉൾത്തേനായി ചേരുന്നത് എന്താണ് ചിത്തതാരിൽ ഉൾത്തേനായി ചേരുന്നത്? എന്താ ദേവാഞ്ജന? പറഞ്ഞോ. ഹൃദ്യം സ്വഭാഷതൻ സ്വീകരമോരോന്ന് മുൾത്തേനായി ചേരുന്നു. സ്വീകരം എന്ന് പറഞ്ഞ എന്താ അർത്ഥം പറഞ്ഞെന്ന് മിസ്? വെള്ളത്തുള്ളികള് അല്ലെ, ചാറ്റൽ മഴ, അങ്ങനല്ലേ പറഞ്ഞ സ്വീകരം. അപ്പൊ മാതൃഭാഷയാകുന്ന വെള്ളത്തുള്ളികളാണ് ചിത്തതാരിൽ ഉൾത്തേനായി ചേരുന്നത്. അതാണ് അതിന്റെ ആൻസർ. നെക്സ്റ്റ്, തൻ ബഹിർഭാഗമേ മിന്നിച്ചു നിൽക്കുന്ന തൂമുത്തുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതിനെയാണ്? അന്യഭാഷയാണ് തൻ ബഹിർഭാഗമേ മിന്നിച്ചു നിൽക്കുന്ന തൂമുത്തുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ്, പൂവിലെ തേനും പൂവിന്റെ പുറമേ കാണപ്പെടുന്ന വെള്ളത്തുള്ളികളും എല്ലാം ഇവിടെ ഏതിനെയെല്ലാം സൂചിപ്പിക്കുന്നു? ഏതിനെയാണ്? അല്ലെങ്കിൽ ഒരുപാട് ആൻസർ പെട്ടെന്ന് എല്ലാരും പറയുന്നവരാണല്ലോ. എന്ത് ഈ ദിവസം ഒരു ഉഷാറില്ലാത്ത നിങ്ങൾക്ക്? പൂവിലെ തേനും പൂവിന്റെ പുറമേ ഏതിനെയെല്ലാം സൂചിപ്പിക്കുന്നത്? പൂവിലെ തേൻ സ്വഭാഷയെയും പിന്നെയോ പൂവിന്റെ പുറമേ കാണുന്ന വെള്ളത്തുള്ളികൾ മാതൃഭാഷയുമാണ് സൂചിപ്പിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. മാതൃഭാഷയുടെ മഹത്വം കവി വ്യക്തമാക്കുന്നത് എങ്ങനെ? ആർക്കറിയാം അതിന്റെ ആൻസർ? മാതൃഭാഷയുടെ മഹത്വം കവി വ്യക്തമാക്കുന്നത് എങ്ങനെ? ആർക്കറിയാം അതിന്റെ ആൻസർ? ആർക്കും അറിയില്ല അല്ലെ? ഓക്കെ, ഫാത്തിമ പറഞ്ഞോ. ഫാത്തിമ. മേതൊരു കാവ്യവും മേതൊരാൾക്കും. അങ്ങനെയല്ല, മാതൃഭാഷയുടെ മഹത്വം കവി എങ്ങനെയാണ് വ്യക്തമാക്കുന്നത്? ഇവിടെ ആദ്യം നോക്കട്ടെ, ആർക്കറിയാം? മാതാവിൻ ഭാഷയായതുകൊണ്ട്. മർത്യൻ തന്റെ പെറ്റമ്മയെ എത്രമേൽ സ്നേഹിക്കുന്നു അതുപോലെ തന്നെ മാതൃഭാഷയും സ്നേഹിക്കണമെന്നാണ് കവി ഇവിടെ പറയുന്നത് അല്ലെ. അപ്പോ അത്രയും മഹത്വമാണ്, മാതാവിനെ പോലെ മഹത്വമാണ് ഇവിടെ കവി മാതൃഭാഷയ്ക്ക് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ എന്താ അതിന്റെ ആൻസർ? മർത്യൻ തന്റെ പെറ്റമ്മയെ എങ്ങനെ സ്നേഹിക്കുന്നുവോ അതുപോലെ മാതൃഭാഷയെയും സ്നേഹിക്കണമെന്നാണ് കവി ഇവിടെ പറയുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ആൻസർ ക്ലിയർ ആയോ എല്ലാവർക്കും? ക്ലിയർ ആയോ മക്കളെ? ആർക്കെങ്കിലും ക്ലിയർ ആയിട്ടുണ്ടായിരുന്നോ? അല്ലെങ്കിൽ കഴിഞ്ഞ 4th സ്റ്റാൻഡേർഡിലെ കുട്ടികൾ ആൻസർ സ്വന്തം എല്ലാം പറയാറുണ്ട്. ഇന്ന് അത്രയൊന്നും എനിക്ക് കിട്ടിയില്ല പ്രതികരണം.
അപ്പൊ ഈ പാഠം ആർക്കെങ്കിലും മനസ്സിലാവാതെ ഉണ്ടോ ഫസ്റ്റ് ലെസൺ? ഇല്ല, എല്ലാവർക്കും മനസ്സിലായി. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻ ആൻസർ മിസ് ഇന്ന് സെൻഡ് ചെയ്ത് തരാം എഴുതിയിട്ട് കേട്ടോ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം? ഇന്ന് തന്നെ അത് സെൻഡ് ചെയ്ത് കഴിഞ്ഞാലും എഴുതിയെടുക്കണം. ഓക്കെ, പിന്നെന്താ അനുബന്ധ പ്രവർത്തനങ്ങൾ പറയുന്നത് എന്താണ്? മാതൃഭാഷയുടെ മഹത്വം ഉദ്ഘോഷിക്കുന്ന കവിതകൾ ശേഖരിക്കുക. നിങ്ങൾക്ക് എന്താ ഇന്നത്തെ വർക്ക്? ഈ ഒരു പാഠത്തിലെ വർക്ക് എന്താണെന്ന് അറിയോ? മാതൃഭാഷയുടെ മഹത്വം ഉദ്ഘോഷിക്കുന്ന കവിതകൾ ശേഖരിക്കണം. ശേഖരിച്ചിട്ട് 4 ലൈന് എഴുതി വെക്കുക. ഓക്കെ, പിന്നെന്താണ് പറയുന്നത്? ഇതേ ഇനത്തിൽ ചൊല്ലാവുന്ന മറ്റു കവിതകൾ കണ്ടുപിടിച്ച് എഴുതുക. മൂന്നാമത്തത്, ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളിലെയും ജനങ്ങളുടെ മാതൃഭാഷ ഏതെന്ന് മനസ്സിലാക്കി ഒരു പട്ടിക തയ്യാറാക്കുക. ഏതാണ് ഈ 3 വർക്കിൽ ഏതാണ് നിങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്? ഏതാ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം? ഒന്നാമത്തെ ആണോ? ദേവാഞ്ജന എന്താണ് പറയാൻ പോകുന്നത്? ഏത് വർക്കാ നിങ്ങൾക്ക് ഇഷ്ടം അതില്? ഒന്നാമത്തെ. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ വർക്ക് നിങ്ങൾ ചെയ്യണം കേട്ടോ. ഓക്കെ, പിന്നെ എത്ര കവിത നിങ്ങൾക്ക് പറ്റുന്നത്ര കുറച്ചെണ്ണം എഴുതിയാലും മതി കേട്ടോ. അടുത്തത് ലാസ്റ്റ് ഒരു ഇത് ഓർമ്മിക്കാൻ. തലക്കെട്ട് എഴുതണം. തലക്കെട്ട് എഴുതി ഒരു 4 ലൈൻ കുറച്ചെണ്ണം കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതാ താഴെ ഓർമ്മിക്കാൻ എന്ന് പറഞ്ഞൊരു ഇത് കണ്ടോ? നോക്കാം നമുക്കത്. ഭാരതം എന്ന പേരു കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. ഉണ്ടോ? എന്താണ്? മഹാകവി വള്ളത്തോളിന്റെ നല്ലൊരു വരികളാണ്. എന്ത്? ഭാരതമെന്ന് കേട്ടാൽ, ഭാരതമെന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. അന്തരംഗം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അന്തരംഗം മനസ്സ് കേട്ടോ. അന്തരംഗം എന്ന് പറഞ്ഞാൽ മനസ്സ് എന്നാണ് അർത്ഥം. അപ്പൊ ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്ന് പറഞ്ഞാൽ നമുക്ക് അഭിമാനം ഉണ്ടാകണം. നെക്സ്റ്റ് എന്താ? കേരളം എന്ന് കേട്ടാലോ എന്താ ചെയ്യാ? തിളയ്ക്കണം ചോര ഞരമ്പുകളിൽ. നിങ്ങക്ക് തിളക്കാറുണ്ടോ ചോര ഞരമ്പുകളില്? എന്തെങ്കിലും കേൾക്കുമ്പോൾ തോന്നുന്നുണ്ടോ മക്കളെ? ഇത് നല്ല മഹാകവി വള്ളത്തോളിന്റെ നല്ല ഒരു വരികളാണ് കേട്ടോ. ഒന്ന് പാടി നോക്കണത്. ഓക്കെ, അപ്പൊ നമ്മുടെ ആ ഫസ്റ്റ് പാഠം ഫിനിഷ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസറും കൂടി തന്നാൽ ഇത് ഫിനിഷ് ആയി. അപ്പൊ എന്ത് ചെയ്യണം? ഈ ഒരു പാഠം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ക്ലാസ് ടെസ്റ്റ് ഉണ്ടാവുമേ. അപ്പൊ അപ്പോഴേക്ക് എല്ലാവരും അത് നോട്ടിലേക്ക് എഴുതിയിട്ട് പഠിച്ച് റെഡി ആവുക. ഓക്കെ, ഓക്കെ ആണോ എല്ലാവരും? അതിന് സമ്മതമാണോ എല്ലാവർക്കും? പഠിക്കോ? ഓക്കെ, അപ്പോ ഇന്നത്തെ നമ്മുടെ ഏതാണ്? നിങ്ങൾക്ക് അക്ഷരദീപം ഇല്ല അല്ലെ? അപ്പൊ 2 ലൈൻ ബുക്കിൽ ഇന്നെന്തായിരുന്നു? ആ സ്വരാക്ഷരങ്ങൾ എഴുതിയോ? എല്ലാവരും പഠിച്ചോ? സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും അറിയോ ഇപ്പൊ എല്ലാവർക്കും? അപ്പൊ ഇനി അടുത്ത എന്താണ് ഇന്നത്തെ വർക്ക് എന്ന് അറിയോ? ഒരു പേജില് കാക്ക, കീ കീ, കൂക്കൂ ചിഹ്നങ്ങളില്ലേ? ആ ചിഹ്നങ്ങള് കായും പിന്നെ ഏതാ ക ച ഈ 3 അക്ഷരങ്ങള് ആ ഒരു പേജിൽ എഴുതുക. എന്താണ് ദേവാഞ്ജന? മിസ്സേ വിളിക്കുന്നുണ്ടല്ലോ. പറഞ്ഞോ. മിസ്സേ വ്യഞ്ജനാക്ഷരങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിട്ടില്ല. അന്ന് ഇന്നൊരു കാര്യം ചെയ്തോ. ചിഹ്നങ്ങൾ എഴുതുന്നതിന് മുന്നേ ആ വ്യഞ്ജനാക്ഷരങ്ങൾ അടുത്ത പേജിൽ ഇന്നത്തെ ഡേറ്റ് ഇട്ടിട്ട് നിങ്ങൾ ആ 2 ലൈൻ ബുക്കിലത്തെ കാര്യമാണ് പറയുന്നത്. ഇതൊക്കെ ഇവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. നിങ്ങൾ എഴുതാതെ ആരും ഇരിക്കരുത്. അപ്പൊ 2 ലൈൻ ബുക്കില് അടുത്ത പേജ് നിങ്ങൾ എഴുതിയതിന്റെ അടുത്ത പേജിൽ എന്ത് എഴുതുക? വ്യഞ്ജനാക്ഷരങ്ങൾ മാത്രം എഴുതുക. നല്ല നീറ്റിൽ 2 ലൈനും ടച്ച് ചെയ്ത് വിധത്തില്. ഓക്കെ, ഓക്കെ ആണോ എല്ലാവരും? എല്ലാ വ്യഞ്ജനാക്ഷരം റാ വരെ എഴുതിക്കൊള്ളുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിഹ്നങ്ങൾ എഴുതാം. ഓക്കെ, നമ്മുടെ സമയം കഴിഞ്ഞു. ബൈ. അപ്പൊ ഷമീലിലൊക്കെ എന്താ ഇവിടെ 3 ഇട്ടത്? മുഹമ്മദ് നിഹാലെ, ഷംബീലും എന്താണ് ഇവിടെ 3 ഇട്ടിട്ട് കാണുന്നത്? എന്താണ് ഷംബീലെ? അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞ എന്തെങ്കിലും പറയാനുണ്ടോ? ചോദിക്കുമ്പോ ഷംബീലെ അൺമ്യൂട്ട് ചെയ്ത് പറ. ഷംബീലെ പട്ടിക തയ്യാറാക്കണോ ദിവസം? മൂന്നാമത്തെ വേണ്ടേ? അപ്പൊ മൂന്നാമത്തെ വർക്ക് ചെയ്തോ. ഒന്നാമത്തത് ദേവാഞ്ജനയാണെങ്കിൽ ഒന്നാമത്തെ ദേവാഞ്ജന ചെയ്തോട്ടെ. അടുത്തത് ആർക്കാണ്? കുറെ പേർക്ക് മൂന്നാമത്തെയാണ് വർക്ക് ചെയ്യാൻ ഇഷ്ടം.
ഓക്കെ, അത് ചെയ്തു. ആ 3 വർക്കിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതാണ്, നിങ്ങൾക്ക് ഏതാണ് എളുപ്പം അത് നിങ്ങൾ ചെയ്യുക. ഓക്കെ, ബൈ. എന്താ അദ്വൈതിന് പറയാനുള്ളത്? അദ്വൈതേ, ഇപ്പൊ ക്ലാസ് കട്ടാവുമല്ലോ, പറഞ്ഞോ. അൺമ്യൂട്ട് ചെയ്തോ. ഇത് വായിപ്പിക്കാമെന്ന് പറഞ്ഞായിരുന്നു. വായിപ്പിക്കാൻ പറഞ്ഞു അല്ലെ? അടുത്ത ദിവസം ഞാൻ വായിപ്പിക്കാം കേട്ടോ. നമ്മുടെ ക്ലാസ് കഴിഞ്ഞു പോയി മോനെ. ഓക്കെ, ആ ആക്ടിവിറ്റി എന്ന് പറയുമ്പോഴേക്ക് കഴിഞ്ഞു. പിന്നെ അതിന്റെ ഇടയിൽ കുറച്ച് നെറ്റ് പോയില്ലേ നമുക്ക്. ഓക്കെ, ബൈ.